ഹായ് സോൾ സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ആണ്. അതിന് മുമ്പ് പറഞ്ഞാൽ ഫുൾ മൂൺ വരാനായിട്ടുണ്ട് ഈ മാസത്തേത് ഞാൻ പറയാം. ഓക്കെ, അപ്പം ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ആണ് നോക്കുന്നത്. സെലിബ്രേഷനാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. സെക്കൻഡ് ഹാർട്ട് പെയിൻ, സോറി മീനിങ് ഞാൻ പറയുന്ന ഫസ്റ്റിലെ 3 of cups and 3 of wands, 3 of swords, 8 of cups, the hanged man, 8 of pentacle, 2 of wands, 2 of swords, 10 of wands. Okay, സോറി ഒന്ന് കാർഡൊന്ന് റെഡിഫൈ. നമുക്ക് കാർഡിൻ്റെ മീനിങ്ങിലേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 3 of കപ്സ് ആണ് വന്നിരിക്കുന്നത്. 3 of cups എന്ന് പറഞ്ഞാൽ തന്നെ സെലിബ്രേഷൻ ഇതൊക്കെ വേണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് നോ കോൺടാക്ട് സിറ്റുവേഷൻ ആൻഡ് സെപ്പറേഷൻ സിറ്റുവേഷൻ ഉള്ള ഒരു 2 ടീംസിൻ്റെ എനർജിയാണ് എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ നല്ല പെയിൻഫുൾ സിറ്റുവേഷനാണ്, നിങ്ങൾ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം. 3 of wands ആണ് വന്നിരിക്കുന്നത്, 3 of swords ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ സോൾസ് എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ സിറ്റുവേഷനാണ്, ഹാർട്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. ആ ഒരു വ്യക്തി ഭയങ്കര ഹാർട്ട് പെയിൻ സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. ഈ റിലേഷൻഷിപ്പ് എൻഡായി എന്നാണ് ആ വ്യക്തി വിചാരിക്കുന്നത്. ഓക്കെ, പക്ഷെ എൻഡായിട്ടില്ല. ഡിവൈൻ കണക്ഷനാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല നിങ്ങൾ തമ്മിലുള്ള കർമ്മ ഉണ്ട്, അത് തീരാതെ എൻഡാവത്തില്ല. മാത്രമല്ല ചിലത് ലോങ് ലൈഫ് ഉണ്ടാവും, ചിലത് എന്നല്ല. ഇത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഈ ഒരു എനർജിയിൽ ഞാൻ നോക്കിയിട്ട് ലോങ് ലൈഫ് ആയിട്ടാണ് കാണുന്നത്. മാത്രമല്ല ആ വ്യക്തി എൻ്റെ ആയി എന്ന് വിചാരിച്ച് പോകുവാണ്, പക്ഷേ എൻ്റെ ആയിട്ടില്ല. ഇത് ഹാങ്ഡ് മാനാണ് വന്നിരിക്കുന്നത്. ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഹാങ്ഡ് മാൻ ഒരു പ്രത്യേകത കാർഡ് എന്ന് പറഞ്ഞാൽ അവർ തല തിരിഞ്ഞാണ് ആ ഒരു വ്യക്തി കാണുന്നത്. പക്ഷെ ഇത് നേരെ റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. റിവേഴ്സ് കാർഡ് വരുമ്പോൾ അവർക്ക് ആ ഒരു ബോധം വന്നിട്ടുണ്ട്, ഉൾബോധം വന്നിട്ടുണ്ട്, മനസ്സിലാകുന്നുണ്ട് ഇത് എന്തോ ഒരു കണക്ഷനുള്ള ഒരു റിലേഷൻഷിപ്പാണ്, ഇതിൽ നിന്ന് എനിക്ക് വിട്ടു പോകാൻ കഴിയില്ല. പക്ഷെ അവർ വിചാരിക്കുന്നത് എന്തായി പോയി എന്ന്. പക്ഷെ അവരുടെ ഉള്ളിൽ ഇല്ല, ഇതെന്തോ ഒരു കണക്ഷനാണ് എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, തിരിച്ചറിവ് വരുന്നുണ്ട്. ഓക്കെ, ചിലത് വരും. ഓക്കെ, മാത്രമല്ല 8 of പെൻഡിക്കിളാണ് ഇവിടെ വന്നിരിക്കുന്നത്. 8 of പെൻഡിക്കിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി നിങ്ങളിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല 2 of wands ആണ് വന്നിരിക്കുന്നത്. അവർ ഹോൾഡ് ചെയ്ത് നിങ്ങളാണ് ലോകം, നിങ്ങളാണ് ലോകം. ആ ലോകം വിട്ട് ഞാൻ എങ്ങോട്ടുമല്ല. അവരൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ട്. മാത്രമല്ല അവർ അതായത് ഇമോഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. ഭയങ്കര ബാഡായിട്ട് ഒക്കെ തോന്നിയിട്ടുണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷൻ മാറി മറിയുന്നു എന്നാണ് പറയുന്നത്. ബാഡ് എന്ന് പറഞ്ഞാൽ അവർ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അവരുടെ ഇമോഷൻസ് കാര്യങ്ങൾ ഒക്കെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. ഓക്കെ, ബട്ട് രാത്രി സമയത്തായിരിക്കും അവർക്ക് ഇമോഷൻസ് ഭയങ്കര ഹൈ ഉണ്ടാവുക. ആ ഒരു ഒറ്റപ്പെട്ട ആ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുകയാണ്. ഓക്കെ, മാത്രമല്ല അവർ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് നിങ്ങളെ. നിങ്ങളാണ് അവർക്ക് മൂല്യം എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം വേറൊരാളോട് ഇൻറ്റിമൻസ് തോന്നാത്തത് നിങ്ങളിൽ എന്തോ പ്രത്യേകതയും സ്പെഷ്യാലിസ്റ്റും കണ്ടതുകൊണ്ടാണ്. നിങ്ങൾ സ്പെഷ്യലാണ് എന്നവർക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനിലാണ് അവർ പോവാത്തത്.
ബട്ട് വേറെന്തോ ഓഫർ കൊടുത്തിട്ടും ആ ഒരു വ്യക്തി സ്വീകരിക്കുന്നില്ല. അവരവരുടെ ഉള്ളിൽ നിന്ന് സോളിറ്റ്യൂഡ് ലെവലിലാണ് നിൽക്കുന്നത്. കാരണം അവർക്ക് എന്താണ് വേണ്ടത്? സ്നേഹമാണോ? എന്താണോ അവർക്ക് വേണ്ടത്? അത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കും ആ സ്നേഹം. പക്ഷെ അതേപോലെയുള്ള സ്നേഹം ബാക്കിയുള്ളവരിൽ നിന്ന് കിട്ടണം എന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് റിയലൈസേഷൻ വരെയാണ് ആ ഒരു സ്നേഹം എന്നിൽ നിന്ന് വിട്ടുപോയി, മാത്രമല്ല അത് എനിക്ക് തിരികെ കിട്ടണം, അല്ലെങ്കിൽ അത് കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വേറൊരു സ്നേഹം എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല, അതിലൊരു പ്രത്യേകതയില്ല, അതിലൊരു സ്പെഷ്യലില്ല, ഈ ഒരു സ്നേഹത്തിൽ മാത്രമാണ് എനിക്ക് സ്പെഷ്യൽ. ആ ഒരു ഉൾബോധം അല്ലെങ്കിൽ ആ ഉൾവിളി എന്നൊക്കെ പറയില്ലേ, ഉൾബോധം, അതവരുടെ ഉള്ളിലുണ്ട്. ആരെന്ത് ഓഫർ തന്നിട്ടും എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ അവർ മനസ്സിലാക്കണം നിങ്ങളെ. ഓക്കെ, അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ. നമുക്ക് ഗൈഡൻസ് എന്താ നോക്കാം. ഓക്കെ, യെസ്, നിങ്ങൾ കുറേ വിഷമിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ മൂവ് ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ നിന്നല്ല, നിങ്ങളുടെ മനസ്സിൽ നിന്നല്ല, നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അതാണ് അവർക്ക് അവിടെ മിസ് ചെയ്യാൻ കാരണം. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു വ്യക്തി നിങ്ങൾക്കുള്ളതാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല 10 ഓഫ് സോൾസ് ആണ്. നിങ്ങൾ ഒരുപാട് വിഷമത്തിലും സങ്കടത്തിലും മുങ്ങിപ്പോയിട്ടുണ്ടാവാം. ആ ഒരു സങ്കട കടലിൽ നിങ്ങൾ മുങ്ങിപ്പോയിട്ടുണ്ടാവാം. ബട്ട് നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റാൻഡിൽ നിൽക്കുക, സെൽഫ് ലവ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടേതായ ക്യൂൻ പവറിൽ വരിക. ചിലർ വന്നിട്ടുണ്ട്, ഓൾറെഡി വന്നിട്ടുണ്ട്, ചിലർ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വന്നാൽ അവർക്ക് എനർജിയിൽ മാറ്റം വരുമ്പോൾ നിങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് അവർക്ക് മനസ്സിലാവും. അവർ വരും. ഓക്കെ, അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഗൈഡൻസും ആൻഡ് പേഴ്സൻ്റെ സിറ്റുവേഷൻ. ഓക്കെ, ഞാൻ ലൈവിൽ വരാൻ നോക്കാം. ഓരോ ഹീലിങ്ങും പ്രോസസ്സും കാരണമായിട്ടാണ് വരാൻ കഴിയാത്തത്. ഓക്കെ, ഓരോ സിറ്റുവേഷനായിട്ടാണ്. അപ്പോൾ കമൻ്റ് അറിയിക്കുക റെസണേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വിട്ട് കളയുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ.